Hello, guys. Welcome back to our YouTube channel World of English Literature. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എ റിട്രീവ് റെഫർമേഷൻ എന്ന സ്റ്റോറിയാണ്. ഇറ്റ് ഈസ് റിട്ടൺ ബൈ ഒ ഹെൻറി. സോ ദ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഈസ് ദാറ്റ്? Is fear of punishment enough to reform a person, or does real transformation require something deeper than a penalty? സോ ഇതാണ് നിങ്ങളുടെ ആ ഒരു ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. സോ എന്താണത്? ശിക്ഷയെക്കുറിച്ച് ഓർക്കുമ്പോഴത്തേക്കുള്ള ആ ഒരു പേടി അല്ല ഒരു ഭയം, അത് മാത്രം കൊണ്ട് നമുക്ക് ഒരാളെ നന്നാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു മാറ്റത്തിന് ശിക്ഷയേക്കാള് ആഴത്തിലുള്ള എന്തെങ്കിലും ആവശ്യമാണോ എന്നാണ് ആ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തോ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സ്റ്റോറിയിലുണ്ട്. ഓക്കെ. സോ ദ ചാപ്റ്റർ ഈസ് ടൈറ്റിൽഡ് ആസ് എ റിട്രീവ്ഡ് റെഫർമേഷൻ, അല്ലേ? എ റിട്രീവ്ഡ് റെഫർമേഷൻ. അപ്പോൾ ഒരു റിട്രീവ് റെഫർമേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? റിട്രീവ് ചെയ്യുക എന്നുള്ള വാക്കിന്റെ അർത്ഥം നമുക്ക് ആദ്യമേ നോക്കാം, അല്ലേ? റിട്രീവ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? തിരികെ നേടിയെടുക്കുക, വീണ്ടെടുക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം വരുന്നത്. റെഫർമേഷൻ എന്ന് വെച്ചാൽ എന്താ? ഒരു പരിഷ്കരണം, അല്ലേ? ഒരു നല്ലൊരു മാറ്റം, അല്ലെ ഒരു മനസ്സിന്റെ ഒരു മാറ്റം, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അപ്പം അല്ലെങ്കിൽ ഒരു ടൈറ്റിലായിട്ട് പറയുകയാണെങ്കിൽ ഒരു വീണ്ട് കിട്ടിയ ഒരു നല്ലൊരു മാറ്റം, അല്ലെ വീണ്ടെടുത്ത മനസ്സിന്റെ മാറ്റം, അങ്ങനെയൊക്കെ പറയാം. ഓക്കെ. സോ ആ വേർഡ്സിന്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്തുകൊണ്ടാണ് ഈ ടൈറ്റില് ഈ ഒരു സ്റ്റോറിക്ക് സ്യൂട്ടബിൾ ആകുന്നത് എന്നൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റൂ. അതോടൊപ്പം തന്നെ നിങ്ങൾ ഏതൊരു ചാപ്റ്റർ പഠിച്ചാലും അതിൻ്റെ ടൈറ്റിൽ എന്താണ് സിഗ്നിഫൈ ചെയ്യുന്നത് എന്ന് പഠിക്കുക. എക്സാംസിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ടൈറ്റിൽസിനെ കുറിച്ച്. സോ എല്ലാ ചാപ്റ്ററിനെയും ടൈറ്റിൽസ് എന്താണ് സിഗ്നിഫൈ ചെയ്യുന്നത് എന്ന്, അല്ല അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ആ ഒരു ചാപ്റ്ററിലെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോക്കിയിട്ട് എക്സാംസിന് പോവുക. ഓക്കെ. സോ ഈ ഒരു ചാപ്റ്റർ റിട്രീവ് റെഫർമേഷൻ കുറച്ച് ലെങ്തിയാണ്. അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട്. ബിക്കോസ് എങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ആ ഒരു കംപ്ലീറ്റ് ഫീൽ കിട്ടുള്ളൂ ആ ഒരു സ്റ്റോറി കേൾക്കുന്നതിൻ്റെ അല്ലെ അത് പഠിക്കുന്നതിൻ്റെ. ഓക്കെ. സോ എ റിട്രീവ് റെഫർമേഷൻ എന്ന ആ ഒരു സ്റ്റോറി എഴുതിയിരിക്കുന്നത് ഒ ഹെൻറിയാണ്. ഒ ഹെൻറി നിങ്ങൾ ചിലപ്പം കേട്ടിട്ടുണ്ടായിരിക്കാം, അല്ലേ? ആ ഒരു ഓഥറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് വില്യം സിഡ്നി പോട്ടർ. വില്യം സിഡ്നി പോട്ടർ എന്നാണ്. അദ്ദേഹത്തിൻ്റെ പെൻ നെയിമാണ് ഒ ഹെൻറി. ഓക്കെ. അദ്ദേഹം ഒരു ഫേമസ് ആയിട്ടുള്ള അമേരിക്കൻ ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറിയുടെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള എൻഡിങ് ആണ്, അല്ലേ? നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലത്തെ ഒരു എൻഡിങ് ആയിരിക്കില്ല അതിന്. ഒരു സർപ്രൈസ് എലമെന്റ്സ് അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറിയിലൊക്കെ ഉണ്ടാകാറുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം കുറേ പൊസിഷൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ബാങ്ക് ക്ലർക്ക്, ജേർണലിസ്റ്റ് ഒക്കെ ആയിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇംപ്രിസൺഡ് ആയിട്ടുണ്ട്, ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്റ്റോറി കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് സാധാരണ ആൾക്കാരെ കുറിച്ചിട്ടാണ്. മോറൽ ചോയ്സസും റിഡംഷനും ഒക്കെയാണ് ഈ ഒരു ഒ ഹെൻറിയുടെ ഷോർട്ട് സ്റ്റോറീസിൽ കൂടുതലായിട്ടും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. സോ നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. ഞാനാണെങ്കിൽ ഓരോ പാരഗ്രാഫിൻ്റെ മലയാളം സമ്മറിയാണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. സോ ലെങ്തി ആയിരിക്കും. സോ നമുക്ക് തുടങ്ങാം. എ റിട്രീവ്ഡ് റെഫർമേഷൻ ബൈ ഒ ഹെൻറി. സോ
ജയിലിലെ ഒരു ചെരുപ്പ് നിർമ്മിക്കുന്ന ആ ഒരു സ്ഥലത്ത് ജിമ്മി വാലന്റൈൻ ആണ് നമ്മൾ ഈ സ്റ്റോറിയിലെ ഹീറോ എന്ന് പറയുന്നത്, അല്ലെ മെയിൻ കഥാപാത്രം എന്ന് പറയുന്നത് ജിമ്മി വാലന്റൈൻ. ഓക്കെ, ജിമ്മി വാലന്റൈൻ ആണ്. സോ അദ്ദേഹം ആ ഒരു ഷൂ ഷോപ്പില്, ആ ഒരു ജയിലില്, അപ്പൊ നമുക്ക് മനസ്സിലാവും അദ്ദേഹം ജയിലിലാണ്. ജയിലിലെ ആ ഒരു ചെരുപ്പൊക്കെ നിർമ്മിക്കുന്ന ആ ഒരു സ്ഥലത്ത് ജിമ്മി വാലന്റൈൻ ഇങ്ങനെ ചെരുപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് എന്ത് പറ്റി? ആ ഒരു ജയിലില് ഒരു ഉദ്യോഗസ്ഥൻ, ഒരു ഓഫീസർ അവിടെ എത്തിയിട്ട് ജിമ്മിയെ ജയിലിന്റെ ആ ഒരു ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ജിമ്മിക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട രേഖ അദ്ദേഹം നൽകി. സോ അതിലെന്താണുള്ളത്? അതിലവന് ജയിലിൽ നിന്ന് മോചിതനായി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ജയിലിലായിരുന്ന ജിമ്മി ജയിലിൽ നിന്ന് മോചിതനായി എന്നുള്ള ഒരു പേപ്പറാണ് ആ ഒരു ഓഫീസർ ജിമ്മിക്ക് കൊടുത്തത്. ജിമ്മി ആ ഒരു പേപ്പർ എന്താണ്, വലിയ ഒരു ഹാപ്പിനെസ്സോടു കൂടിയോ സന്തോഷത്തോടു കൂടിയോ താല്പര്യമോ ഒന്നും കാണിക്കാതെയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. അവന് 4 വർഷത്തെ തടവ് ശിക്ഷയായിരുന്നു ലഭിച്ചിരുന്നത്. പക്ഷെ അവൻ ജയിലിൽ കഴിഞ്ഞത് 10 മാസം മാത്രായിരുന്നു. കാരണം എന്താണ്, അവൻ വിചാരിച്ചത് ഒരു 3 മാസം മാത്രായിരിക്കും ജയിലിൽ കഴിയേണ്ടി വരുന്നത് എന്നാണ് അവൻ പ്രതീക്ഷിച്ചത്. പക്ഷെ 10 മാസം അവൻ ജയിലിലായി. സോ ജിമ്മി വാലന്റൈന് ജയിലിന് പുറത്ത് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. സോ ഇത്രയും സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിലും അയാൾക്ക് കുറേ മാസം, അല്ലേ, ഒരു 10 മാസത്തോളം ജയിലിൽ കഴിയേണ്ടി വരും എന്ന് അവൻ പ്രതീക്ഷിച്ചില്ല. കാരണം കുറേ ഫ്രണ്ട്സ് ഉള്ളോണ്ട് ആരെങ്കിലും ഹെൽപ്പ് ചെയ്ത് അവൻ ഇറക്കുമായിരിക്കും എന്ന് അവൻ എക്സ്പെക്ട് ചെയ്തു. സോ ജിമ്മിയോട് ആ ഒരു ജയിലിലെ ഓഫീസർ സംസാരിക്കുകയാണ്. സോ അവന് വിളിക്കുകയാണ്, വാലന്റൈൻ എന്ന് വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ്, നാളെ രാവിലെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും. സോ ഇത് നിനക്ക് ലഭിച്ച നല്ലൊരു ചാൻസ് ആണ്. നല്ല മനുഷ്യനായിട്ട് നീ ജീവിക്കും. നിന്റെ മനസ്സ് അത്ര മോശമൊന്നുമല്ല. സേഫ് പൊളിച്ചുള്ള ആ ഒരു മോഷണം ചെയ്യുന്നത് അവസാനിപ്പിച്ച് നല്ലൊരു ജീവിതം നയിക്കൂ എന്നൊക്കെ അവനോട് പറയുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കും അവൻ ജയിലിലായത് ഏതോ ഒരു കബോർഡ്, സേഫ്, അല്ലെ, ലോക്കർ പൊളിച്ചതിനാണ് അവൻ പിടിക്കപ്പെട്ട് ജയിലിലായിരിക്കുന്നത്. അപ്പൊ അവൻ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ഓഫീസറിനോട് എന്താ തിരിച്ചു ചോദിക്കുന്നത്? ഞാനോ എന്ന് ഒന്നും ഭയങ്കര അതിശയത്തോടെയാണ് അവൻ ചോദിക്കുന്നത്. ഓക്കെ, സോ ഞാനോ എന്ന് ജിമ്മി ഭയങ്കര അതിശയത്തോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് പറയാണ്, അവൻ്റെ ജീവിതത്തിൽ അവൻ ഒരിക്കലും ഒരു സേഫ് പോലും പൊളിച്ചിട്ടില്ല എന്ന് അവൻ പറയാ. സോ അപ്പൊ നമ്മുടെ ഓഫീസർ പറയാണ്, "ഓ, ആണോ? അതെയോ?" എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ചീഫ് ജയിൽ "അയ്യോ, അതേല്ലോ" എന്നാണ് പറയുന്നത്. എന്നിട്ട് ചീഫ് ജയിൽ ഓഫീസർ അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. ഓക്കെ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, "ഒരിക്കലും ഇല്ലേ? നീ പൊളിച്ചിട്ടൊന്നും ഇല്ലേ? എങ്കിൽ നീ പറ. ആ ഒരു സ്ഥലത്തെ സ്പ്രിംഗ്സ്ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലത്തെ സേഫാണ് അവൻ പൊളിച്ചത്. അപ്പൊ ആ ഒരു സേഫ് പൊളിച്ചില്ല എങ്കിൽ പിന്നെ നീ എങ്ങനെയാണ് ഈ ജയിലിലായത്? നീ യഥാർത്ഥത്തില് എവിടെയായിരുന്നു എന്ന് പറയാൻ നിനക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ നീ ജയിലിലായത്? അല്ലെങ്കിൽ ഒരു പക്ഷേ നീ എന്തെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട സുഹൃത്തുക്കളെ കാണാൻ പോയതായിരിക്കാം. അല്ലെങ്കിൽ അവരുടെ പേര് കോടതിയിൽ പറയാതിരിക്കാനായിരിക്കാം നീ ആഗ്രഹിച്ചിരിക്കാം. അല്ലെങ്കിൽ ജഡ്ജിക്ക് നിന്നെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ നീ ജയിലിലായത്? ഉം. നിങ്ങളെപ്പോലുള്ളവർക്ക് ഇങ്ങനെ ഓരോ കാരണങ്ങളും പറയാനുണ്ടായിരിക്കും. സേഫ് പൊളിച്ചതുകൊണ്ടാണ് ജയിലിൽ പോയതെന്ന് നിങ്ങൾ ഒരിക്കലും സമ്മതിക്കാറുമില്ല എന്ന് ആ ഓഫീസർ പറയാണ്. അപ്പൊ ജിമ്മി വീണ്ടും അതിശയത്തോട് ചോദിക്കുകയാണ്, ഞാനോ എന്ന്. അപ്പൊ അവന്റെ മുഖത്ത് എപ്പോഴും ഒരു അത്ഭുതം, അത്ഭുതത്തോടെ അവൻ ചോദിക്കുന്നത്. അപ്പൊ ഒരു അത്ഭുതം എപ്പോഴും അവന്റെ മുഖത്തുണ്ടായിരുന്നു. സോ എന്നിട്ട് അവൻ പറയാണ്, എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും സ്പ്രിംഗ്ഫീൽഡിലേ പോയിട്ടില്ല. ആ ഒരു സ്ഥലത്തേ അവൻ പോയിട്ടില്ല. സ്പ്രിംഗ്ഫീൽഡിലേ അവൻ പോയിട്ടില്ല എന്ന് അവൻ പറയാണ്. സോ ഇവനെ കൊണ്ടുപൊക്കോളൂ എന്ന് അടുത്ത ആ ഒരു ചീഫ് ജയിൽ ഓഫീസർ വേറെ ഒരു ഓഫീസറിനോട് പറയുന്നുണ്ട്. പുറത്തേക്ക് പോകാന് ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങളും അവന് കൊടുക്കൂ. പിന്നെ നാളെ രാവിലെ 7 മണിയൊക്കെ ആകുമ്പത്തേക്കും വീണ്ടും ഇവിടെ കൊണ്ടുവരൂ എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നന്നായി ചിന്തിക്കണം എന്ന് വാലന്റൈനോട് ആ ഒരു ചീഫ് ഓഫീസർ പറയാണ്.
സോ അടുത്ത ദിവസം രാവിലെ ഒരു 7:15 ഒക്കെ ആകുമ്പത്തേക്ക് ജിമ്മി നമ്മുടെ ജയിൽ ഓഫീസറിന്റെ ആ ഒരു ഓഫീസിൽ എത്തി. പിന്നെ എന്നിട്ട് അവൻ ശരിയായിട്ട് അവന് കറക്റ്റ് അല്ലാത്ത അവിടുന്ന് ഡ്രസ്സൊക്കെ കൊടുക്കും. ഡ്രസ്സും ഷൂസൊക്കെ കൊടുക്കും. പക്ഷെ ആ ഒരു ഡ്രസ്സും ഷൂ ഒന്നും അവന് കറക്റ്റ് പാകമല്ലായിരുന്നു. അവന് പിന്നെ ആ ഒരു പുതിയ ഷൂ ഒക്കെ ഇട്ടിട്ട് അവന് കാലൊക്കെ ഭയങ്കരമായിട്ട് വേദനിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ജയിലിൽ നിന്ന് മോചിതരാകുന്ന എല്ലാ തടവുകാർക്കും പതിവായിട്ട് നൽകുന്ന ഡ്രസ്സും ഷൂ ഒക്കെയാണ് ഇത്. സോ അതിനുശേഷം ജയിലിന് അടുത്തുള്ള ഒരു ടൗണിലേക്ക് ട്രെയിനിൽ പോകാനായിട്ടുള്ള യാത്രാ ചെലവിനുള്ള പൈസയും എന്താണ് ജിമ്മിക്ക് അവര് കൊടുക്കുന്നുണ്ട്. അത് മാത്രല്ല കൂടാതെ ഒരു $5 കൂടി അവന് നൽകുന്നുണ്ട്. ആ $5 അവന് നല്ല മനുഷ്യനായിട്ട് പുതിയൊരു ജീവിതം ആരംഭിക്കാൻ സഹായിക്കുമെന്നും ആണ് ആ ഓഫീസേഴ്സിന്റെ ഒരു പ്രതീക്ഷ. അതിനുശേഷം ചീഫ് ജയിൽ ഓഫീസർ ജിമ്മി ജിമ്മിയുമായി ഒരു കൈയൊക്കെ കൊടുത്ത് അതിനുശേഷം തടവുകാരനായിട്ടുള്ള നമ്പർ നമ്മുടെ ജിമ്മിയുടെ നമ്പർ 9762 9762 9762 ആയിരുന്നു. ഓക്കെ. വാലന്റൈൻ്റെ ആ തടവുകാരനായിട്ടുള്ള ആ ഒരു വാലന്റൈൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് പറയുന്നുണ്ട്. ഇനി അവൻ മിസ്റ്റർ ജെയിംസ് വാലന്റൈൻ ആയിരിക്കും. തടവുകാരനായിട്ടുള്ള 9762 അല്ല, മിസ്റ്റർ വാലന്റൈൻ ആയിരിക്കും. സോറി, മിസ്റ്റർ വാലന്റൈൻ ആയിരിക്കും. ഓക്കെ. സോ ജെയിംസ് വാലന്റൈന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ആ ഒരു സൂര്യപ്രകാശത്തിലേക്ക്, ആ ഒരു സൺലൈറ്റിലേക്കൊക്കെ ഇങ്ങനെ നടന്നു പോവാണ്. പക്ഷേ പക്ഷികളുടെ പാട്ടൊന്നും അവൻ കേട്ടില്ല. ആ ഒരു പച്ചമരങ്ങളോ പൂക്കളോ അതിന്റെ സ്മെല്ലോ ഒന്നും അവൻ ആസ്വദിച്ചുമില്ല. അവൻ നേരെ ഒരു ഹോട്ടലിലേക്ക് അല്ലെ റെസ്റ്റോറൻറ്റിലേക്കാണ് അവൻ പോയത്. അവിടെ നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല സ്വാതന്ത്ര്യത്തില് അവൻ ആദ്യമേ ആ ഒരു സന്തോഷാണ് അനുഭവിച്ചത്. സോ അതിനുശേഷം അവൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അവിടെ ഒരു ഭിക്ഷ യാചിക്കുന്ന ഒരു കണ്ണ് കാണാത്ത ഒരാളുണ്ടായിരുന്നു. സോ അദ്ദേഹത്തിന് കുറച്ച് പൈസയൊക്കെ നൽകി. അതിനുശേഷം അവന് ഒരു ട്രെയിനിൽ കയറി യാത്രയൊക്കെ ആരംഭിക്കുകയാണ്. സോ 3 മണിക്കൂറിന് ശേഷം നമ്മുടെ ജിമ്മി ഒരു ചെറിയ ടൗണിലെ ട്രെയിൻ ഇറങ്ങുകയാണ്. അവിടെ അവന് മൈക്ക് ഡോളൻ മൈക്ക് ഡോളൻ എന്ന ആളിന്റെ ആ ഒരു റെസ്റ്റോറന്റിലേക്ക് അല്ലെ ഹോട്ടലിലേക്ക് അവൻ ചെന്നു. ഓക്കെ. അവിടെ ചെന്നിട്ട് അവിടെ നോക്കിയപ്പോൾ അവിടെ മൈക്ക് ഡോളൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ജിമ്മിയുമായൊരു ഹാൻഡ് ഷേക്ക് അല്ലെ കൈയൊക്കെ കൊടുത്തതിന് ശേഷം അദ്ദേഹം ജിമ്മിയോട് പറയാണ്, ജിമ്മി, നിന്നെ ഇതിലും നേരത്തെ പുറത്തിറക്കാൻ കഴിയാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ സ്പ്രിംഗ് ഫീൽഡിലെ ആ ഒരു കേസ്, ആ ഒരു സേഫിന്റെ കേസ് ഉണ്ടായതുകൊണ്ടാണ് അത് അത്ര എളുപ്പമാകാതിരുന്നത്. ഇപ്പൊ നിനക്ക് സുഖമല്ലേ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ജിമ്മി അതെ സുഖമാണ് എന്നൊക്കെ പറയുന്നു. അതിനുശേഷം എൻ്റെ മുറി ഇപ്പോഴും എനിക്കായി ഉണ്ടല്ലോ. അപ്പൊ അവിടെ അവന് വേണ്ടിയിട്ട് റൂമുണ്ട്. അതിപ്പോഴും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം അവൻ വീടിന്റെ ആ ഒരു പുറകിലേക്ക് അവന്റെ മുറിയിലേക്ക് വാതില് തുറന്നു പോകുന്നു. അവൻ ജയിലിൽ പോകുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു ആ ഒരു റൂം, അതുപോലെ തന്നെ എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ. ജിമ്മിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് പോകുമ്പോഴ് പോലീസ് അവനെ മുറിയിൽ നിന്നാണ് പിടിച്ചുകൊണ്ട് പോയത്. സോ അന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ജിമ്മി ഒരു പോലീസുകാരനുമായിട്ട് പിടിവലി നടന്നിരുന്നു. സോ ആ ഒരു സംഘർഷത്തിൽ പോലീസുകാരന്റെ കോട്ടിൽ നിന്ന് ഒരു ചെറിയ പീസ് തുണിക്കഷ്ണം കീറിപ്പോയെന്ന്. ആ പീസ് കീറി വീണ് ആ ഒരു മുറിയുടെ തറയിൽ ഇപ്പോഴും ആ ഒരു പീസ് കിടപ്പുണ്ട്. ഉം. പിന്നെ മുറിയിലെ ആ ഒരു ഭിത്തിക്കരികിലേക്ക് അവന്റെ അടുത്തേക്ക് ഒരു ഒരു ബെഡ് ഉണ്ടായിരുന്നു. ഉം, ജിമ്മി ആ ഒരു ബെഡ് അവനാണെങ്കിൽ ആ റൂമിന്റെ നടുക്കോട്ട് വലിച്ചു നീക്കിക്കൊണ്ട് വന്ന് ആ ഒരു ബെഡിന്റെ ആ ഒരു പുറകില് നോർമലായിട്ട് ഉള്ള ഒരു ഒരു ഭിത്തി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ജിമ്മി അതില് ഒളിപ്പിച്ച് വെച്ചിരുന്നത് ഒരു ചെറിയ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു ഡോർ ഉണ്ടായിരുന്നു. അത് അവൻ കണ്ടുപിടിച്ച് അത് തുറന്ന് അതിനുള്ളില് നിന്ന് അവൻ എന്താ എടുത്തതെന്ന് വെച്ചാൽ ഒരു പൊടി പിടിച്ച ഒരു ബാഗാണ് അവൻ അതിൽ നിന്ന്
പുറത്തെടുത്തത്. സോ അവൻ ആ ബാഗ് തുറന്നു. അതിനുശേഷം അവന് സേഫ് പൊളിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ടൂൾസ് ഒക്കെയാണ്, അതൊക്കെ ഒരു സ്നേഹത്തോടെ കൂടിയാണ് അവന് നോക്കുന്നത്. സോ അതുപോലെ മികച്ചതായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ആ ഒരു ടൂൾസ് എവിടെയും കണ്ടെത്താന് കഴിയത്തില്ല. അങ്ങനത്തെ ടൂൾസ് ആണ് അവൻ്റെ കയ്യിലുള്ളത്. ആ ഒരു സേഫ് പൊളിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും അതില് ആ ഒരു ബാഗിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇല്ലേ, സ്പെസിഫിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ലോഹങ്ങള്, ഒരു മെറ്റൽസും ഒക്കെ ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ടൂൾസാണ്. അതിനാവശ്യമായിട്ടുള്ള വലിപ്പത്തിലും രൂപത്തിലും ഒക്കെയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഈ ഒരു ടൂൾസ് ജിമ്മി തന്നെയാണ് ഡിസൈൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ അയിനെക്കുറിച്ചുള്ള അയിനെക്കുറിച്ച് തന്നെ അവന് ഭയങ്കര ഒരു അഭിമാനായിരുന്നു. എന്നിട്ട് ഈ ഒരു ടൂൾസ് ഒക്കെ നിർമ്മിക്കാന് ജിമ്മി ഏകദേശം $900 കൂടുതൽ പൈസ അവൻ ചെലവാക്കിയിരുന്നു. സേഫ് പൊളിക്കുന്നവർക്കായി ഇത്തരത്തിലുള്ള ആ ഒരു ഉപകരണങ്ങളൊക്കെ നിർമ്മിക്കുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെന്നാണ് ഈ ഒരു ടൂൾസ് ഒക്കെ അവന് ആം, നിർമ്മിച്ചെടുത്തത്. സോ അരമണിക്കൂറിന് ശേഷം ജിമ്മി താഴേക്ക് ആ ഒരു ഭക്ഷണശാലയിലേക്ക്, ആ ഒരു റെസ്റ്റോറന്റിന്റെ പുറകിലാന്ന് നമ്മൾ പറഞ്ഞല്ലോ. അവിടെ ആ ഒരു റെസ്റ്റോറന്റിലേക്ക് അവൻ വന്ന് ഇപ്പോ അവന് അവന് ചേരുന്ന രീതിയിലുള്ള, നേരത്തെ വന്നപ്പോഴത്തേക്കും അവന് ഫിറ്റ് അല്ലാത്ത രീതിയിലുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണല്ലോ ജയിലിന്ന് വിട്ടത്. ഇപ്പൊ അവന്റെ പാകത്തിനുള്ള ഡ്രസ്സൊക്കെയാണ് അവൻ ഇട്ടിരിക്കുന്നത്. ആ ഒരു പൊടിയൊക്കെ തുടച്ച് വൃത്തിയാക്കിയ ആ ഒരു ബാഗില്ലേ, ആ ഒരു ടൂൾസ് ഒക്കെയുള്ള അതും അവന്റെ കയ്യില് ഇപ്പം ഉണ്ട്. സോ നമ്മളുടെ മൈക്ക് ഡോളൻ ചോദിക്കാണ്, നീ ഇനിയും എന്തെങ്കിലും പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പദ്ധതികളിലേക്കൊക്കെ ഉണ്ടോ, അതിന് പോവാണോ എന്ന് ചോദിക്കാണ്. അപ്പം വീണ്ടും എപ്പം ആര് ചോദിച്ചാലും അവന്റെ ഒരു ഭാവമാണ് അത് അതിശയം അല്ലെ. അതിശയത്തോടു കൂടിയാണ് അവൻ എല്ലാവരോടും ഞാനൊന്നും ചെയ്തില്ല എന്നൊരു രീതിയിലാണ് അവൻ എല്ലാവരോടും ചോദിക്കുന്നത്. ഉം, ചോദിക്കുകയാണ്, നിങ്ങൾ എന്തായി പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാന് ന്യൂയോർക്കിലെ ഫേമസ് ആയിട്ടുള്ള ബ്രെഡ് ആൻഡ് കേക്ക് മേക്കേഴ്സ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. സോ രാജ്യത്തെ ഏറ്റവും നല്ല ബ്രെഡും കേക്കും വിൽക്കുന്നത് ആണ് അവന്റെ ജോലി എന്നും പറയുന്നുണ്ട്. ജിമ്മിയുടെ ഈ ഒരു ആൻസർ കേട്ടിട്ട് മൈക്കിന് ഭയങ്കര ചിരിയാണ് വന്നത്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം ജിമ്മിയുടെ കൂടെ ഒരു ഡ്രിങ്ക് കുടിക്കാനായിട്ട് ക്ഷണിച്ചു. ജിമ്മി എന്ന് പറഞ്ഞാല് പാല് മാത്രമാണ് കുടിച്ചത്. ആഹ് അവന് അല്ലാത്ത ആൽക്കഹോൾസ് ഒന്നും തന്നെ അവന് കുടിക്കാറൊന്നും ഇല്ലായിരുന്നു. സോ തടവക്കാരനായിട്ടുള്ള നമ്പർ 9762 നമ്മുടെ വാലന്റൈന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. നമ്മുടെ ജിമ്മി പുറത്തിറങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു. സോ റിച്ച്മണ്ട്, ഇന്ത്യാന എന്നീ സ്ഥലങ്ങളിൽ ഒരു സേഫ്, റിച്ച്മണ്ട്, ഇന്ത്യാനയിലെ റിച്ച്മണ്ട് എന്ന ഒരു സ്ഥലത്ത് ഒരു സേഫ് പൊളിക്കപ്പെട്ടിട്ടുണ്ട്. സോ എന്ന സ്ഥലത്ത് സേഫ് പൊളിക്കപ്പെട്ടു. അത് ആരാണ് ചെയ്തതെന്ന് ആർക്കും തന്നെ അറിയില്ലായിരുന്നു. സോ അതിൽ നിന്ന്, ആ ഒരു സേഫ് പൊളിച്ചതിൽ നിന്ന് $800 ആണ് മോഷണം പോയത്. സോ അതിന് 2 ആഴ്ചയ്ക്ക് ശേഷം ലോഗൻ സ്പോട്ട് എന്ന ആ ഒരു സ്ഥലത്ത്, വേറൊരു സേഫും പൊളിക്കപ്പെട്ടു. ഇതും ആര് പൊളിക്കാനാണ് ഈ ഒരു സേഫ് എന്ന് വെച്ചാല് പൊളിക്കാൻ പറ്റാത്ത അത്രയും പോലത്തെ ഒരു സേഫാണ്. ഇത് പൊളിക്കാൻ കഴിയാത്തത്രം ശക്തമായിട്ടുള്ള ഒരു പുതിയ ഒരു മോഡലിലെ ഒരു സേഫാണ്. അങ്ങനെയാണ് എല്ലാരും കരുതിയിരുന്നത്. പക്ഷെ എന്നിരുന്നാലും ആരോ അത് പൊളിച്ച് $1500 അതീന്നും മോഷ്ടിച്ചു. സോ അതിനുശേഷം ജെഫേഴ്സൺ സിറ്റിയിലെ വേറൊരു സേഫും പൊളിക്കപ്പെട്ടു. അതിൽ നിന്ന് $5000 ആണ് മോഷണം പോയത്. ഇത് വലിയൊരു നഷ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാല് ഇത്തരത്തിലുള്ള ആ ഒരു പ്രധാന കേസുകള് അന്വേഷിക്കുന്ന നമ്മളുടെ പോലീസ് ഓഫീസർ ആരാന്ന് വെച്ചാൽ ബെൻ പ്രൈസ് ആണ്. ബെൻ പ്രൈസ്. സോ ഇപ്പൊ അദ്ദേഹം എന്താണ് ഈ കേസും ആഹ്, അന്വേഷിക്കാനായിട്ട് തുടങ്ങി. സോ ബെൻ പ്രൈസ്
റിച്ച്മണ്ടിലേക്കും ലോഗൻ സ്പോട്ടിലേക്കും ഒക്കെ പോയി അവിടെയുള്ള സേഫുകൾ എങ്ങനെയാണ് പൊളിച്ചത് എന്നൊക്കെ പരിശോധിച്ചു. സോ അതിനൊക്കെ എന്നിട്ട് ഇങ്ങനെയാണ് പറയുന്നത്. ഇത് കണ്ടാല് ജിമ്മി വാലന്റൈൻ ഇവിടെ വന്നതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട്. അവൻ വീണ്ടും അവന്റെ പഴയ ജോലിയിലേക്ക് തിരിച്ചു പോയേക്കുന്നുണ്ട്. ഈ ഒരു സേഫ് തുറന്ന ആ ഒരു രീതി നോക്കി എല്ലാം വളരെ എളുപ്പത്തിലും വൃത്തിയിലുമാണ് ചെയ്തിരിക്കുന്നത്. സോ ഇങ്ങനെ ചെയ്യാന് കഴിവുള്ള ഉപകരണങ്ങൾ ആരുടെയിൽ മാത്രമേ ഉള്ളൂ? നമ്മുടെ ജിമ്മിയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. സോ അതൊക്കെ ഉപയോഗിച്ച് അത് ഉപയോഗിക്കാൻ നന്നായിട്ട് അറിയാവുന്നതും അവന് മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ ആരെ പിടിക്കണം? മിസ്റ്റർ വാലന്റൈനെ പിടിക്കണം. സോ അടുത്ത തവണ അവൻ ജയിലിൽ പോയാല് അവന്റെ ആ ഒരു ശിക്ഷ തീരുന്നത് വരെ അവനവിടെ കഴിയേണ്ടി വരും എന്ന് നമ്മുടെ ഓഫീസറ് പറയാണ്. എന്നിട്ട് ബെൻ ബെൻ ജിമ്മിക്ക് എങ്ങനെ ആഹ്, പ്രവർത്തിക്കുന്നു എന്ന് നന്നായിട്ട് അറിയായിരുന്നു. ബെന്നിനറിയാം ജിമ്മി എങ്ങനെയാണ് നന്നായിട്ട് പ്രവർത്തിക്കുന്നതെന്ന്. എന്നിട്ട് ജിമ്മി ഒരു ടൗണിൽ നിന്ന് വളരെ ദൂരെയുള്ള ആഹ്, ഒരു നഗരത്തിലേക്കാണ് അവന് പോകാറുള്ളത്. സോ അവൻ എപ്പോഴും ഒറ്റയ്ക്കുമാണ് മോഷണം നടത്തിയിട്ടുള്ളത്. ജോലി കഴിഞ്ഞ ഉടനെ തന്നെ അവൻ അവിടെ നിന്ന് പോവുകയും ചെയ്യും. നല്ല ആളുകളുമായിട്ട് ഇടപഴകാന് അവന് നല്ല ഇഷ്ടവുമായിരുന്നു. സോ ഈ കാരണങ്ങള് മിസ്റ്റർ വാലന്റൈനെ പിടികൂടുന്നത് കൊണ്ട് തന്നെ കാരണങ്ങളുള്ളത് കൊണ്ട് തന്നെ അവനെ പിടികൂടാന് കുറച്ച് ബുദ്ധിമുട്ടും ആയിരുന്നു. സോ പണം നിറഞ്ഞ സേഫുകള് സൂക്ഷിച്ചിരിക്കുന്ന ആളുകൾക്ക് ബെൻ പ്രൈസ് ജിമ്മി വാലന്റൈനെ പിടികൂടാന് ശ്രമിക്കുകയാണെന്ന് കേട്ടപ്പോ തന്നെ ഭയങ്കര ആശ്വാസമായി. സോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലെയും സേഫ് പൊളിക്കുമല്ലോ എന്നൊരു പേടിയില് അവര് നിൽക്കേണ്ടി വന്നേനെ. ഓക്കെ. സോ ഒരു ഉച്ച കഴിഞ്ഞ് ജിമ്മി വാലന്റൈന് അവന്റെ ബാഗൊക്കെ ആയിട്ട് എൽമോർ എൽമോർ എന്ന ഒരു ചെറിയ പട്ടണത്തിലേക്ക് അവൻ പോവാണ്. ചെറിയൊരു ടൗണിലേക്ക് അവൻ പോവാണ്. ഉം. കോളേജ് ഒരു സ്റ്റുഡന്റിനെ പോലെ ഭയങ്കര യങ് ആയിട്ട് തോന്നുന്ന ജിമ്മി ഒരു ഹോട്ടലിന്റെ വഴിയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഭയങ്കര സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടീനെ, ഒരു യങ് ലേഡീനെ ആ ഒരു സ്ട്രീറ്റില് മുറിച്ചു കടന്നിട്ട് ജിമ്മി ഇങ്ങനെ അടുത്തൂടെ നടന്ന് ഒരു കെട്ടിടത്തിന് ഒരു ബിൽഡിങ്ങിനുള്ളിലേക്ക് ആണ് കയറിയത്. സോ ആ ഒരു ബിൽഡിങ്ങിന് മുകളില് ദി എൽമോർ ബാങ്ക് എന്നാണ് എഴുതിയത്. അപ്പൊ അവൻ ആ ഒരു ബാങ്കിലേക്കാണ് കയറിയത്. ഓക്കെ. സോറി. നമ്മളുടെ യങ് ലേഡി കയറിയത് എൽമോർ ബാങ്കിലേക്കാണ്. ശേഷം ജിമ്മി ആ ഒരു യങ് ലേഡിയുടെ കണ്ണിലേക്ക് നോക്കുകയാണ്. ആ ഒരു നിമിഷം തന്നെ അവൻ താന് ആരാണെന്ന കാര്യം പോലും മറന്നു പോവാണ്. സോ അവൻ മറ്റൊരു ഒരു മനുഷ്യനായിട്ട് മാറിയതുപോലെയാണ് അവന് തോന്നുന്നത്. അതിനുശേഷം ആ ഒരു പെൺകുട്ടിയും വളരെ നാണത്തോടു കൂടിയാണ് മുഖം തിരിക്കുക. അവളുടെ മുഖം ഇങ്ങനെ നാണം കൊണ്ട് ഇങ്ങനെ ബ്ലഷ് ചെയ്ത് ചുമന്ന് തുടങ്ങിയിരുന്നു. അതുപോലെ തന്നെ ജിമ്മി കാണാനും ഭയങ്കര സുന്ദരനാണ്. പിന്നെ ആ ഒരു എൽമോറിലെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യങ് ആയിട്ടുള്ള ആം, ആൾക്കാരെ ഒന്നും അധികം കാണാനും ഇല്ലായിരുന്നു. സോ ജിമ്മി ആ ഒരു പെൺകുട്ടിയുടെ സോറി, അതിനുശേഷം ആ ഒരു ബാങ്കിന്റെ വാതിലിനടുത്ത് നിന്നിരുന്ന ആ ഒരു ചെറിയൊരു കുട്ടി നിപ്പുണ്ടായിരുന്നു. അപ്പൊ ജിമ്മി ആം, ആ ഒരു സ്ഥലത്തെക്കുറിച്ച്, ടൗണിനെ കുറിച്ചൊക്കെ ചില കാര്യങ്ങളൊക്കെ ആ ഒരു കുട്ടിയോട് ചോദിക്കുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം ആ ഒരു യങ് ലേഡി ആ ബാങ്കിൽ നിന്ന് പുറത്ത് വന്ന് ആ വഴിയിലൂടെ ഇങ്ങനെ നടക്കാണ്. അപ്പം ജിമ്മിയുടെ അടുത്തുകൂടെ ഇങ്ങനെ കടന്നു പോയപ്പോഴത്തേക്ക് അവന് അവള് കണ്ടതായിട്ടൊന്നും ഇങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പം ആ കുട്ടിയോടില്ലേ, അവിടെ ചെറിയൊരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ കുട്ടിയോട് നമ്മുടെ ജിമ്മി ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. ആ ഒരു യുവതിയുടെ പേര് പോളി സിംസൺ അല്ലേ എന്ന് ജിമ്മി ചോദിക്കാണ്. അപ്പം അല്ല എന്ന് ആ കുട്ടി പറഞ്ഞു. അത് അനബൽ
ആഡംസനാന്ന് പറയാണ്. അനബൽ ആഡംസനാന്ന് പറയാണ്. സോ ആ ഒരു പെൺകുട്ടിയുടെ പേര് അനബൽ ആഡംസൺ എന്നാണ്. ഓക്കെ, ഓർത്തു വെക്കുക, അനബൽ ആഡംസൺ. എന്നിട്ട് ജിമ്മി അവൻ ഹോട്ടലിലേക്ക് പോയി. അവിടെ അവൻ്റെ പേര് അവൻ കൊടുത്തത് ജിമ്മി വാലന്റൈൻ എന്നല്ല, മറിച്ച് റാൽഫ് ഡി സ്പെൻസർ. ഓക്കെ, റാൽഫ് ഡി സ്പെൻസർ എന്നാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, റാൽഫ് ഡി സ്പെൻസറും സെയിം ആണ്. ഓക്കെ, നമ്മുടെ ജിമ്മി വാലന്റൈനിന് ഇപ്പം ഉള്ള ആ ഒരു സ്ഥലത്ത് ആ, കൊടുത്ത പേരാണ് റാൽഫ് ഡി സ്പെൻസർ. സോ അവൻ അവിടെ ഒരു ഹോട്ടലിൽ ഒരു റൂം എടുത്തതിന് ശേഷം എൽമോറിൽ ഒരു ബിസിനസ് തുടങ്ങാനാണ് വന്നത് എന്നൊക്കെ ആ ഒരു ഹോട്ടൽ ഉടമയോട് പറയാണ്. ചോദിക്കാണ്, ഇവിടെ ചെരുപ്പ് ബിസിനസ്സൊക്കെ എങ്ങനെയുണ്ട്, ചെരുപ്പ് മാത്രം വിൽക്കുന്ന നല്ല കടയൊക്കെ ഇവിടെ ഉണ്ടോ എന്നൊക്കെ അവൻ ചോദിക്കുകയാണ് ആ ഒരു ഹോട്ടൽ ഓണറിൻ്റെ കൂടെ. ഹോട്ടൽ ഇപ്പം ഉടമ ജിമ്മിയുടെ ആ ഒരു വേഷവും പെരുമാറ്റവും ഒക്കെ അയാൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സോ അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ട് അദ്ദേഹം ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിക്കാനായിട്ട് തുടങ്ങി. സോ അദ്ദേഹം പറയാണ്, എൽമോറിൽ നല്ലൊരു ഷൂവിൻ്റെ കട ആവശ്യമാണ്. ഇവിടെ ചെരുപ്പ് മാത്രം വിൽക്കുന്ന പ്രത്യേക ഷോപ്പൊന്നും ഇല്ല. എല്ലാ സാധനങ്ങളും വിൽക്കുന്ന വലിയ ഷോപ്പിലൊക്കെയാണ് ഈ ചെരുപ്പും വിൽക്കുന്നത്. സോ ഇവിടെ ബിസിനസ്സൊക്കെ നന്നായിട്ട് നടക്കും. നിങ്ങളിവിടെ കുറച്ച് ദിവസം താമസിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഈ ഒരു ടൗണിൽ ജീവിക്കാൻ നല്ലൊരു സ്ഥലമൊക്കെയാണ്. ഇവിടുത്തെ ആൾക്കാരും വളരെ നല്ല ആൾക്കാരൊക്കെയാണ്, ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് എന്നൊക്കെ പറയാണ്. സോ മിസ്റ്റർ സ്പെൻസർ, അതായത് നമ്മുടെ ജിമ്മി, കുറച്ച് ദിവസം ടൗണിലൊക്കെ താമസിച്ച് ആ ഒരു ബിസിനസ്സിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആ ഒരു വെയിറ്റുള്ള ബാഗ് അവൻ തന്നെ, ജിമ്മി തന്നെ അവൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയിക്കോളാം, ബെൽ ബോയുടെ ആവശ്യമൊന്നുമില്ല എന്ന് പറയാണ്. എന്നിട്ട് റാൽ സ്പെൻസർ, അതായത് ജിമ്മി, അവൻ്റെ എൽമോറിൽ തന്നെ താമസിച്ച് അവിടെ ഒരു ഷൂ കടയൊക്കെ തുടങ്ങുകയാണ്. ആ ഒരു കട വളരെ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അവൻ കുറേ ഫ്രണ്ട്സിനെയൊക്കെ ആ ഒരു സ്ഥലത്ത് കിട്ടി. അത് മാത്രമല്ല, അവൻ്റെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച അനബൽ ആഡംസിൻ്റെ ആ ഒരു ലவ்വും അവന് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞു. സോ അനബൽ ആഡംസ്, നമ്മൾ ഈ ജിമ്മി ആദ്യമേ വന്നപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേഡിയെ കണ്ടില്ലേ, അവർ തന്നെയാണ്. ഓക്കെ, സോ ഓരോ ദിവസവും അവളോട് ആ ഒരു സ്നേഹം കൂടിക്കൂടി വരികയാണ്. അങ്ങനെ 1 വർഷത്തോളം ആയി. 1 വർഷം കഴിഞ്ഞു. അപ്പൊ എൽമോറിൽ എല്ലാവർക്കും നമ്മുടെ മിസ്റ്റർ റാൽഫ് സ്പെൻസറിനെ ഭയങ്കര ഇഷ്ടമായി. സോ അവൻ്റെ ആ ഒരു ഷൂവിൻ്റെ ഷോപ്പൊക്കെ നല്ല ലാഭത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. 2 ആഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം നെബലുമായിട്ടുള്ള ആ ഒരു കല്യാണം നടക്കാനായിട്ട് പോവുകയാണ്. സോ ആ ഒരു ചെറിയ ടൗണിലെ ആ ഒരു ബാങ്കിൻ്റെ ഓണറായിട്ടുള്ള മിസ്റ്റർ ആഡംസിനും ആം, നമ്മുടെ സ്പെൻസറിനെ ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ട് തന്നെ അനബലിനെ കുറിച്ച് അയാൾക്ക് ഭയങ്കര ഒരു അഭിമാനമാണ്, നല്ലൊരാളെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നത് ഓർത്തത്. സോ അദ്ദേഹം ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ ആഡംസ് ഫാമിലിയിലെ ഒരു ആളായിട്ട് തന്നെ മാറിയിട്ടുമുണ്ട്. സോ ഒരു ദിവസം നമ്മുടെ ജിമ്മി അവൻ്റെ മുറിയിലിരുന്ന് അവൻ്റെ ഒരു പഴയ ഫ്രണ്ടിന് ഒരു ലെറ്റർ എഴുതുവാണ്. ഓക്കെ, സോ ആ ലെറ്ററാണ് നമ്മളിനി വായിക്കാൻ പോകുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഡിയർ ഓൾഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. സോ അടുത്ത ആഴ്ച 10-ാം തീയതി വൈകുന്നേരം സുള്ളീവനിലെ സ്ഥലത്ത് ആ, വന്ന് അവനെ ഒന്ന് കാണണം. അവൻ്റെ കയ്യിലുള്ള സേഫ് പൊളിക്കുന്ന ആ ഒരു ടൂൾസൊക്കെ കൊടുക്കാനാണ് എന്ന് പറയുന്നുണ്ട്. സോ അത് കിട്ടിയാല് നിനക്ക് ഭയങ്കര സന്തോഷാകും. $1000 കൊടുത്താലും ഇത്തരത്തിലുള്ള ടൂൾസ് ഒന്നും നിനക്ക് വാങ്ങാനായിട്ട് പറ്റില്ല. 1 വർഷം മുമ്പ് ഞാൻ ഈ ഒരു പഴയ ജോലി, അതായത് സേഫ് പൊളിക്കുന്ന ഒരാളായിരുന്നല്ലോ നമ്മളുടെ ജിമ്മി. അതൊക്കെ ഉപേക്ഷിച്ചു. അത് പൂർണ്ണമായിട്ട് അവൻ ഉപേക്ഷിച്ച് ഇപ്പോള് അവൻ നല്ലൊരു ഷൂവിൻ്റെ ഷോപ്പൊക്കെ ഉണ്ട്. നല്ലൊരു ജീവിതമാണ് അവൻ നയിക്കുന്നത്. ഇനി 2 ആഴ്ച കഴിയുമ്പത്തേക്ക്
ലോകത്തെ ഏറ്റവും നല്ലൊരു പെൺകുട്ടീനെയാണ് അവൻ വിവാഹം കഴിക്കാനായിട്ട് പോവാണ്. സോ ഇതാണ് യഥാർത്ഥത്തില് അവന്റെ ജീവിതം. ഇനി ഒരിക്കലും മറ്റൊരാളുടെ പണം അവന് എടുക്കില്ല, മോഷ്ടിക്കില്ല, അവന് വേണ്ട എന്നൊക്കെയാണ്. പിന്നെ വിവാഹത്തിന് ശേഷം അവന് കൂടുതല് വെസ്റ്റിലേക്കുള്ള, വെസ്റ്റ്ന്ന് വെച്ചാൽ പടിഞ്ഞാറേക്കുള്ള സ്ഥലത്തേക്ക് താമസം മാറും. അവിടെ അവന്റെ ആ ഒരു പഴയ ജീവിതത്തെക്കുറിച്ച് അറിയാവുന്ന ആരെയും അവന് കാണത്തുമില്ല. ആം, അതോടൊപ്പം തന്നെ അനബെല് ഒരു നല്ലൊരു പെൺകുട്ടിയാണ്. അവള് നമ്മളുടെ ജിമ്മീനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഇത്രയാണ് ആ ഒരു ലെറ്ററില് ഉണ്ടായിരുന്നത് എന്ന് ലാസ്റ്റ് യുവർ ഓൾഡ് ഫ്രണ്ട് ജിമ്മി. ഇത്രയാണ് ആ ഒരു ലെറ്ററില് ഉണ്ടായിരുന്നത്. ഓക്കെ. സോ ജിമ്മി എന്താ ഇനി അവൻ ആ ഒരു മോഷ്ടിക്കുക എന്ന ആ ഒരു സ്വഭാവമൊക്കെ മാറ്റിവെച്ച് അവൻ നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ജിമ്മി ആ ഒരു കത്ത് അയച്ചതിന് ശേഷമുള്ള തിങ്കളാഴ്ച രാത്രി ആ, ബെൻ പ്രിൻസ് ബെൻ പ്രിൻസ് ആരാണ്? ആ ഒരു പോലീസ് ഓഫീസർ. ഓക്കെ. ആ ഒരു ബെൻ പ്രിൻസ് ശബ്ദമൊന്നും ഉണ്ടാക്കാതെ എൽമോറിലെത്തുക. ശബ്ദം ഉണ്ടാക്കാതെന്ന് വെച്ചാൽ ആരും അറിയാതെ അല്ലെ ക്വൈറ്റായിട്ട് എന്നുവെച്ചാൽ ആരും അറിയാണ്ട് ഇവനെ തപ്പിയിട്ട് ആ ഒരു സ്ഥലത്തെത്തി. സോ അവൻ്റെ ആ ഒരു അദ്ദേഹം എന്താണ് ആ ഒരു കാമായിട്ടുള്ള ആ ഒരു ആഹ്, പട്ടണത്തിലെ ആ ഒരു ടൗണില് അദ്ദേഹത്തിന് അറിയേണ്ട എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയാണ്. സോ ഒരു കടയുടെ അകത്ത് നിന്നുകൊണ്ട് നമ്മളുടെ ഈ ഓഫീസർ റാൽഫ് ഡി സ്പെൻസറിനെ, അതായത് നമ്മുടെ ജിമ്മി വഴിയിലൂടെ നടന്നു പോകുന്നത് കണ്ടു. സോ ജിമ്മി ആഹ്, ഇങ്ങനെ ജിമ്മിയോട് മനസ്സിലിങ്ങനെ പറയാണ് നമ്മുടെ ഓഫീസർ, "ജിമ്മി, നീ ബാങ്ക് ഉടമയുടെ മകളെ വിവാഹം കഴിക്കാൻ പോവാണല്ലേ? ഇത് നടക്കുമോ എന്ന് എനിക്ക് ഉറപ്പില്ല" എന്ന് ജിമ്മിയെ കണ്ടപ്പത്തേക്ക് ഓഫീസർ ഇങ്ങനെ മനസ്സിൽ പറയാണ്. അടുത്ത ദിവസം രാവിലെ ജിമ്മി ആഡംസ് ഫാമിലിയുടെ വീട്ടിലായിരുന്നു. സോ അന്ന് കല്യാണത്തിനായിട്ടുള്ള പുതിയ ഡ്രസ്സൊക്കെ വാങ്ങാന് അടുത്ത ടൗണിലേക്കൊക്കെ പോകാനായിരുന്നു അവരുടെ പ്ലാന്. കൂടാതെ നമ്മൾ അനബലിന് ഒരു ഗിഫ്റ്റും സർപ്രൈസ് ഗിഫ്റ്റും വാങ്ങാന് അവനുണ്ടായിരുന്നു. ഒരു വർഷത്തില് ഏറെയായിട്ട് എൽമോറിൽ നിന്ന് പുറത്തു പോകുന്ന അവന്റെ ആദ്യത്തെ ഒരു യാത്രയും കൂടെയാണിത്. സോ അതിനിടയിലും ഒരു വർഷത്തിലേറെയായി അവന് സേഫ് പൊളിക്കലൊന്നും ചെയ്യുന്നുമില്ല. ആ ഒരു രാവിലെ ആദംസ് ഫാമിലിയില് മിക്കവരും എല്ലാരും കൂടെ ഒരുമിച്ചാണ് ആ ഒരു ബാങ്കിലേക്ക് പോയി. സോ അവരോടൊപ്പം തന്നെ നമ്മളുടെ മിസ്റ്റർ ആഡംസ്, ആം, അനബെല്, പിന്നെ ജിമ്മി, അനബെല്ലിന്റെ കല്യാണം കഴിച്ചിട്ടുള്ള ആ ഒരു സിസ്റ്റർ, അവരുടെ 5 വയസ്സ് 9 വയസ്സും പ്രായമുള്ള 2 പെൺകുട്ടികള്. ഇത്രയും പേര് ആ ഒരു ബാങ്കിലേക്ക് പോയി. സോ വഴിയില് ജിമ്മിയുടെ ആ ഒരു ഹോട്ടലിന്റെ ആ ഒരു ജിമ്മി താമസിക്കുന്ന ആ ഹോട്ടലിന്റെ അടുത്തെത്തിയപ്പള് അവന് മുകളിലെ റൂമിലേക്ക് ഓടിപ്പോയി. അവന്റെ ആ ഒരു വെയിറ്റുള്ള ആ ഒരു ബാഗിലെ ടൂൾസുള്ള അതൊക്കെ എടുത്തോണ്ട് വന്നു. എന്നിട്ട് എല്ലാവരും കൂടി ബാങ്കിലേക്ക് പോയി. സോ എല്ലാവരും ബാങ്കിനുള്ളില് കേറി. ജിമ്മിയും അവരോടൊപ്പം കേറി. കാരണം എന്താ? അവനിപ്പോൾ ആ ഒരു കുടുംബത്തിന്, ആ ഒരു ഫാമിലിയിലെ ഒരു മെമ്പറിനെ പോലെയാണ്. സോ അനബലിനെ വിവാഹം കഴിക്കാൻ പോകുന്ന ഭയങ്കര സുന്ദരനും നല്ല സ്വഭാവമുള്ള ഒരു യുവാവിനെ കണ്ടതില് ആ ഒരു ബാങ്കിലെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അതോടൊപ്പം തന്നെ ജിമ്മി കേറിയതിന് ശേഷം ആ ഒരു ബാഗ് നിലത്ത് വെക്കാണ്. അപ്പൊ ചിരിച്ചുകൊണ്ട് അനബെല്ല് ജിമ്മിയുടെ തൊപ്പിയെടുത്ത് തലയിൽ വെച്ച്. എന്നിട്ട് അവന്റെ ബാഗ് എടുത്തു. എന്നിട്ട് പറയാണ്, "ഞാൻ എങ്ങനെയുണ്ട് റാൽഫ്?" എന്ന് ചോദിക്കുകയാണ്. "ഈ ബാഗ് ഭയങ്കര ഭാരാണെന്ന് അവള് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതില് സ്വർണം വല്ലോം നിറച്ചിട്ടുണ്ടോ? അത്രയും വെയിറ്റുണ്ട്" എന്ന് പറയാം. അപ്പൊ ജിമ്മി ചിരിച്ചുകൊണ്ട് പറയാണ്, "അല്ല, അതെന്റെ കടയിൽ ഇനി ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങളാണ് അതിലുള്ളത്. സോ അതെല്ലാം വന്ന സ്ഥലത്തേക്ക് തന്നെ തന്റെ ആ ഒരു നഗരത്തിലേക്ക് തന്നെ കൊണ്ടുപോകാനായിട്ടാണ്. സോ അങ്ങനെ അയച്ചു കൊടുക്കാനുള്ള ചെലവ് ലാഭിക്കാം. അതോടൊപ്പം തന്നെ ഞാൻ ഉടനെ കല്യാണം കഴിക്കാൻ പോവാണ്. അപ്പൊ ഇനി മുതല് പണം സൂക്ഷിച്ച് ചെലവാക്കാനും കൂടെയൊക്കെ പഠിക്കണം" എന്നൊക്കെ ജിമ്മിയും അവന്റെ ഫിയാൻസിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഇങ്ങനെ നടക്കാണ്. സോ എൽമോർ ബാങ്കില് ഒരു പുതിയ സേഫ് ഉണ്ട്. ഓക്കെ. പുതിയൊരു
സേഫുണ്ട്. അതായത് ഒരു എന്താ അലമാര പോലെയുള്ളൊരു കബോർഡ് ഉണ്ട്. സോ അതില് മിസ്റ്റർ ആഡംസ് വളരെ ഒരു അഭിമാനം ഉണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു സേഫിൻ്റെ കാര്യം ഓർത്ത്. അതുകൊണ്ട് അതെല്ലാവരെയും ഇങ്ങനെ കാണിക്കാനായിട്ടും അദ്ദേഹം ഭയങ്കര ആകാംക്ഷയായിരുന്നു. ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ ഒരു സേഫ് ഒരു ചെറിയൊരു റൂമ് പോലെയായിരുന്നു. ഓക്കെ. സോ അതില് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു ഡോറ്, ഒരു സേഫിന് നല്ലൊരു ഒരു പ്രത്യേകത ഉള്ളൊരു ഡോറും ഉണ്ടായിരുന്നു. സോ ആ ഒരു വാതിലില്, ആ ഒരു ഡോറില് ഒരു ക്ലോക്കിന്റെ ഒരു ഇതുണ്ട്. അപ്പൊ ആ ഒരു ക്ലോക്കില് ടൈം സെറ്റ് ചെയ്യാം. ആ ഒരു ടൈമില് മാത്രമേ ഉള്ളൂ. ആ ഒരു പ്രത്യേക ടൈമില് മാത്രമേ ഉള്ളൂ അത് തുറക്കാനും പറ്റുള്ളൂ. അപ്പൊ ബാങ്കിന്റെ ഓണറ് ഓൾറെഡി ഒരു ടൈം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. ആ ഒരു സമയത്ത് മാത്രം ആ ഒരു ഡോർ തുറക്കാൻ പറ്റൂ. മറ്റേതൊരു സമയത്ത് ആര് പോയാലും, ഈ ഒരു ബാങ്കിന്റെ ഓണർ പോയാൽ പോലും എന്ത് പറ്റില്ല, ആ ഒരു സേഫ് തുറക്കാനായിട്ട് പറ്റത്തില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു 5 മണിക്ക്, വൈകുന്നേരം 5 മണിക്കാണ് ഇത് തുറക്കാനായിട്ട് ഫിക്സ് ചെയ്തേക്കുന്നെങ്കിൽ, ഈ ഒരു ഓണർ പോയിട്ട് 4 മണിക്ക് തുറക്കാൻ നോക്കിയാലും പറ്റത്തില്ല. 5 മണിക്ക് മാത്രമേ ആ ഒരു ഡോറ് തുറക്കത്തുള്ളൂ. സോ മിസ്റ്റർ ആഡംസ് ഈ ഒരു സേഫിന്റെ ആ ഒരു വർക്കിംഗ് ഒക്കെ മിസ്റ്റർ സ്പെൻസറിനോട്, ജിമ്മിയോട് ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഓക്കെ. സ്പെൻസർ ഭയങ്കര താല്പര്യത്തോടെ ഇങ്ങനെ കേട്ടെങ്കിലും അതെല്ലാം ഇങ്ങനെ പൂർണ്ണമായിട്ട് മനസ്സിലാകാത്ത പോലെ ഇങ്ങനെ അഭിനയിക്കുക. അവന് മനസ്സിലാവുന്നുണ്ട്, എന്നാലും അറിയാത്ത പോലെ ഇങ്ങനെ അഭിനയിക്കുകയാണ് നമ്മുടെ ജിമ്മി. അപ്പം മെയ് എന്ന മെയ് എന്നാണ് ആ 9 വയസ്സുള്ള നമ്മളുടെ ജിമ്മിയുടെ ഫിയാൻസിയുടെ സിസ്റ്റർ, സിസ്റ്ററിന്റെ കുട്ടിയുടെ പേര്, 9 വയസ്സുള്ള മൂത്ത കുട്ടിയുടെ പേര്. ഓക്കെ. സോ രണ്ടാമത്തെ കുട്ടിയായിട്ടുള്ള 5 വയസ്സുകാരിയുടെ പേര് അഗത എന്നാണ്. ഓക്കെ. മെയ് ആൻഡ് അഗത. ഓക്കെ. അപ്പം നമ്മളുടെ ആം, ഈ മെയ് എന്ന 9 വയസ്സുള്ള കുട്ടിയും അഗത എന്ന 5 വയസ്സുള്ള കുട്ടിയും ആ ഒരു തിളങ്ങുന്ന, ആ ഒരു ഭാരമുള്ള, ഭയങ്കര ഭംഗിയുള്ള ആ ഒരു സേഫിന്റെ വാതിലിന്റെ ഇങ്ങനെ പ്രത്യേകതയൊക്കെ കണ്ടിങ്ങനെ ഭയങ്കര കൗതുകത്തോടെ ഇങ്ങനെ നോക്കി ആസ്വദിച്ചുകൊണ്ടിരിക്കുക. സോ എല്ലാവരും ഇങ്ങനെ ആം, തിരക്കിലിരിക്കുമ്പത്തേക്ക് ബെൻ പ്രൈസ് ആ ഒരു ബാങ്കിലേക്ക് കയറി ഇങ്ങനെ ചുറ്റും നോക്കാണ്. അവിടെ ജോലി ചെയ്യുന്ന ഒരാളോട് അദ്ദേഹം ഇങ്ങനെ പറയാണ്, "ഞാൻ ഈ ബാങ്കിലെ ജോലിക്കല്ല വന്നത്. ഞാൻ ഒരാളെ കാത്തിരിക്കയാണ്." പെട്ടെന്നപ്പോൾ ഒരു സ്ത്രീയുടെ നിലവിളി ഇങ്ങനെ കേൾക്കാണ്. അവര് കുട്ടികളെ എന്താ ആ ഒരു സമയത്ത് ആ കുട്ടികളെ ഒന്നും അതായത് ആ ഒരു തിരക്കായിരുന്നു. എല്ലാരും ഇങ്ങനെ ബിസി ആയിട്ട് നിൽക്കുന്ന അതിനെ പറ്റിയിട്ടൊക്കെ നോക്കുവായിരുന്നു. ആ ഒരു ഡോറിനെ പറ്റിയിട്ടൊക്കെ നോക്കുന്ന സമയത്ത് ആരും ഈ കുട്ടികളെ അങ്ങനെ ശ്രദ്ധിച്ചിരുന്നില്ല. സോ അപ്പൊ ഈ 9 വയസ്സുള്ള മെയ് എന്ന് പറഞ്ഞ കുട്ടി എന്ത് ചെയ്തൂന്ന് പറഞ്ഞാല്, ഈ ഇളയ കുട്ടിയില്ലേ, ആ ഇളയ കുട്ടീനെ അകത്ത് വെച്ചിട്ട് അടച്ചു. സോ അടച്ചു കഴിഞ്ഞാ പിന്നെ അത് തുറക്കാൻ പറ്റില്ലല്ലേ. സോ ഇപ്പൊ ഈ നമ്മളുടെ ഉടമയാണെങ്കിൽ, നമ്മുടെ ഈ ഓണർ, ബാങ്കിന്റെ ഓണറ് വാതില് തുറക്കാൻ ശ്രമിക്കാണ്. കുറച്ച് നേരമൊക്കെ വലിച്ചു നോക്കി. ശേഷം അദ്ദേഹം പറയാണ്, "ഈ വാതിലിപ്പൊ തുറക്കാൻ പറ്റില്ല. കാരണം അതിന്റെ ക്ലോക്ക് ഓൾറെഡി പ്രവർത്തിച്ചിട്ടില്ല." എന്ന് പറയാണ്. സോ അപ്പൊ അഗത എന്ന് പറഞ്ഞ ഇളയകുട്ടിയില്ലേ? ഇളയകുട്ടിയാണ് അകത്തുള്ളത് അല്ലേ? സോ അപ്പൊ അഗതയുടെ അമ്മ ഇങ്ങനെ കരയാനായിട്ട് തുടങ്ങുകയാണ്. അപ്പം ആം നമ്മളുടെ മിസ്റ്റർ ആഡംസ് പറയാണ് എല്ലാവരോടും ഒന്ന് ശാന്തമായിട്ടിരിക്കൂ. എന്തേലും പരിഹാരം ഉണ്ടാക്കാം എന്നുള്ളൊരു രീതിയിൽ പറയാണ്. എന്നിട്ട് നമ്മളുടെ ആഡംസ് ആ കുട്ടിയുടെ പേര് വിളിച്ചിട്ട് എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കാനായിട്ട് പറയുന്നു. അപ്പൊ സേഫിനുള്ളില് കുഞ്ഞിന്റെ ശബ്ദം അവർക്ക് കേൾക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഭയങ്കര ക്ലിയർ ആയിട്ടൊന്നും അവർക്ക് കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത് മാത്രമല്ല സേഫിനുള്ളിൽ ഭയങ്കര ഇരുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സേഫിനുള്ളിൽ കുടുങ്ങിയ ആ ഒരു കുട്ടി പേടിച്ച് വിറച്ച് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അമ്മ ഇങ്ങനെ പുറത്ത് ഉറക്കെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. അവള് പേടിച്ച് പേടിച്ച് മരിച്ചു പോകും. എങ്ങനെങ്കിലും ആ ഒരു കതവ് തുറക്കൂ, അതെങ്ങനെങ്കിലും പൊളിക്കൂ, നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലേ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ അമ്മ കരഞ്ഞോണ്ടിരിക്കുകയാണ്. സോ അപ്പൊ ആ ഒരു വാതില് തുറക്കാൻ കഴിയുന്ന ആരെയും ആ ഒരു ടൗണിൽ പോലും ഇല്ല എന്ന് മിസ്റ്റർ ആഡംസ് ഇങ്ങനെ വിറയ്ക്കുന്ന ഒരു ശബ്ദത്തോടെ ഇങ്ങനെ പറയാണ്. മിസ്റ്റർ ആഡംസ് ആരാന്നറിയാലോ? നമ്മളുടെ ബാങ്കിന്റെ ഓണർ. ഓക്കെ. അപ്പം അയാൾ പറയാണ്, എന്നിട്ട് പറയാണ്, "സ്പെൻസർ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ കുട്ടിക്ക് കുറച്ച് അധികം നേരമൊന്നും അതിനകത്ത് ജീവിച്ചിരിക്കാനായിട്ടൊന്നും കഴിയില്ല. അത് ക്ലോസ്ഡ് ആണ്, എയർ ഒന്നും കിട്ടില്ല, ഇരുട്ടാണ്, കുഞ്ഞു കൊച്ചാണ്, പേടിച്ച് വിറയ്ക്കും അല്ലേ? സോ ഇവിടെ വേണ്ടത്ര എയർ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ പേടിച്ചിട്ടാണെങ്കിലും അവക്ക്
എന്തെങ്കിലും സംഭവിക്കും എന്നൊക്കെ മിസ്റ്റർ ആഡംസ് പറയാണ്. സോ, അപ്പൊ അഖിതയുടെ അമ്മ ഭയങ്കര പേടിച്ചും സങ്കടവും ഒക്കെ കാരണം ഇങ്ങനെ നിയന്ത്രണം വിട്ട് നിക്കാണ്. സോ, അവളുടെ കൈ കൊണ്ട് ആ ഒരു സേഫിന്റെ വാതിലില് ഭയങ്കര ശക്തിയോട് കൂടി ഇങ്ങനെ അടിക്കാനായിട്ട് തുടങ്ങി. സോ, അനബെല്ല് ആഹ്, അനബെൽ എന്താണ് ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മളുടെ ജിമ്മിയെ ഇങ്ങനെ നോക്കാണ്. അവള് സ്നേഹിക്കുന്ന ആ ഒരു മനുഷ്യന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നമ്മളുടെ അനബെല്ല് ഇങ്ങനെ വിശ്വസിച്ച് ജിമ്മിയെ നോക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, "റാൽഫ്, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുവോ? നീ ഒന്ന് ശ്രമിച്ചു നോക്ക്" എന്ന് നമ്മളുടെ റാൽഫിനോട്, ജിമ്മിയും റാൽഫും ഒരാളാണ്. സോ, അവനോട് അവളിങ്ങനെ അപേക്ഷിക്കുകയാണ് അന്നബെല്ല. സോ, ജിമ്മി ഇങ്ങനെ അവളെ നോക്കി, എന്നിട്ട് അവളുടെ ആ ഒരു ചുണ്ടില് ചുണ്ടിലും കണ്ണുകളിലും ഒക്കെ ഒരു ഒരു സ്നേഹം നിറഞ്ഞ ഒരു പുഞ്ചിരി അവന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. സോ, അന്നബെല്ലിനോട് അവൻ പറയാണ്, നിന്റെ കയ്യിലുള്ള ആ ഒരു പൂവ് എനിക്ക് തരുമോ? ഒരു ഫ്ലവർ ഉണ്ടായിരുന്നു അവളുടെ കയ്യില്. അവളൊരു ഫ്ലവർ വെച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് തരുമോന്ന് ചോദിക്കാണ്. സോ, അന്നബെല്ലിന് എന്താണ് ഇവൻ പറയുന്നതെന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. എന്തിന് ഈ പൂ ചോദിക്കുന്നത് ഇത്രയും ഒരു സിറ്റുവേഷനില്? എൻ എന്നാലും അവളെ ചോദിച്ച ആ ഒരു പൂവ് അവന്റെ കയ്യിലെടുത്ത് കൊടുക്കുന്നുണ്ട്. ജിമ്മി ആ ഒരു പൂവ് സൂക്ഷിച്ച് അവന്റെ കൈവശം വെക്കുകയാണ്. പിന്നീട് അവൻ അവന്റെ കോട്ടൊക്കെ ഊരി മാറ്റി. അപ്പൊ ആ ഒരു പൂവിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അതിനൊരു സിംബോളിസിസം ഉണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം. സോ, ആ ഒരു നിമിഷം റാൽഫ് ഡി സ്പെൻസർ എന്ന മനുഷ്യന് മാറിയിട്ട് അവന്റെ ആ ഒരു സ്ഥാനത്ത് പഴയ സേഫ് പൊളിക്കാരനായിട്ടുള്ള ജിമ്മി വാലന്റൈൻ ആണ് തിരിച്ചു വന്നത്. കുട്ടീനെ അവൻ രക്ഷിക്കണം. അതിന് അവൻ അവന്റെ ഐഡന്റിറ്റി അവിടെ മാറ്റുവാണ്. ഓക്കെ. അവൻ പഴയ ആളായിട്ട് മാറുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ ഇവനാണ് വാലന്റൈൻ എന്നുള്ള ഒരു സത്യം അവർക്കെല്ലാവർക്കും മനസ്സിലാകും എന്നൊരു ഫാക്റ്റും കൂടെ അവിടെ ഉണ്ട്. അത് മാത്രമല്ല, അവനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഓഫീസർ അവിടെ വന്നിരിപ്പുണ്ട്. അപ്പൊ ഇതൊക്കെ അവനറിയാം. ബെൻ പ്രിൻസ് അവിടെ ഉണ്ട് എന്നൊക്കെ അവനറിയാം. എന്നിട്ട് ആ കുട്ടിയെ രക്ഷിക്കാന്നുള്ളൊരു ഇതാണ് അവനിപ്പോ ഉള്ളത്. എന്നിട്ട് അവനൊന്നും നോക്കാണ്ട് അവൻ എല്ലാവരും ആ ഒരു വാതിലിന്റെ അടുത്തുന്ന് മാറി നിക്കാൻ പറയാണ്. എല്ലാരും മാറി നിന്നു. അവന്റെ ബാഗ് ആ ഒരു മേശപ്പുറത്ത് വെച്ചിട്ട് തുറന്ന് അതിന് ശേഷം ചുറ്റും ആരൊക്കെ നിൽക്കുന്നെന്ന് പോലും അവര് ശ്രദ്ധിച്ചില്ല. പെട്ടെന്ന് തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാണ്. ഒരു തിളയ്ക്കുന്ന പ്രത്യേക ഉപകരണങ്ങളൊക്കെ ഓരോന്ന്, സോറി, തിളങ്ങുന്ന ഓരോ ഷൈൻ ചെയ്യുന്ന നല്ല ടൂൾസൊക്കെ ഇങ്ങനെ മേശപ്പുറത്ത് ഇങ്ങനെ ഓരോന്നെടുത്ത് നിരത്തി വെക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അനങ്ങാൻ പോലും കഴിയാത്തതുപോലെ ഇങ്ങനെ നോക്കി നിക്കാണ്. സോ, 1 മിനിറ്റിനുള്ളില് ജിമ്മി, അല്ലേ, പെട്ടെന്ന് തന്നെ സേഫ് തുറക്കാനായിട്ട് തുടങ്ങി. 10 മിനിറ്റ് ആയപ്പോ തന്നെ അവന്റെ ജീവിതത്തിൽ ഇതുവരെ ചെയ്തതിനെക്കാട്ടിലും സ്പീഡില് അവൻ ആ ഒരു സേഫിന്റെ വാതില് തുറക്കാണ്. പെട്ടെന്ന് തന്നെ അഗതേനെ അവന് പുറത്തെടുത്ത് അവളുടെ ആ കുട്ടിയുടെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു. സോ, ജിമ്മി വാലന്റൈന് എന്നിട്ട് തന്റെ കോട്ടൊക്കെ എടുത്ത് ധരിച്ചു. അന്നബെല്ലിന്റെ കയ്യിന്നൊരു പൂവ് വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ? ആ ഒരു പൂവെടുത്ത് ബാങ്കിന്റെ ഫ്രണ്ടിലേക്ക് അവനിങ്ങനെ നടന്നു പോവാണ്. അപ്പൊ നടന്നു പോകുമ്പത്തേക്ക് റാൽഫ് എന്ന് ആരോ വിളിക്കുന്ന ശബ്ദം കേട്ടതുപോലെ അവന് തോന്നി. പക്ഷെ അവൻ നിന്നില്ല. വാതിലിനരികില് ഒരു വല്യ ഒരു ആള് ഒരു വലിയൊരു മനുഷ്യന് അവന്റെ ഇങ്ങനെ വഴി തടഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അതാരാണ്? അവനെ അറസ്റ്റ് ചെയ്യാൻ വന്ന ബെൻ പ്രിൻസ് ആണ്. ഓക്കെ. സോറി, ബെൻ പ്രൈസ് ആണ്. അവന്റെ ആ ഒരു വഴി ഇങ്ങനെ തടഞ്ഞു നിൽക്കാണ്. "ഹലോ ബെൻ." ജിമ്മി "ഹലോ ബെൻ" എന്ന് പറഞ്ഞു. ജിമ്മി ആ ഒരു ചിരിയോട് കൂടിയിട്ടൊരു വിചിത്രമായിട്ടുള്ളൊരു ചിരിയോട് കൂടി ഇപ്പൊ ഇങ്ങനെ പറയാണ്, "ഒടുവില് എത്തിയല്ലോ. വരൂ, നമുക്ക് പോകാം. ഇനി എനിക്ക് ഒന്നും പ്രശ്നമല്ല" എന്ന് നമ്മുടെ ഓഫീസറിനോട് പറയാണ്. എന്നാല് ബെൻ പ്രൈസ് വളരെ അപ്രതീക്ഷിതമായിട്ട് വേറൊരു രീതിയിലാണ് പെരുമാറിയത്. അവനെ അറസ്റ്റ് ചെയ്യാനാണ് അദ്ദേഹം വന്നത് എങ്കിലും ഇപ്പം വേറൊരു രീതിയിലാണ് പെരുമാറുന്നത്. ഓക്കെ. അപ്പൊ അയാൾ എന്താ പറഞ്ഞത്? "എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആള് മാറിപ്പോയി മിസ്റ്റർ സ്പെൻസർ." അപ്പൊ അ അങ്ങോട്ട് പറയാണ്, "നിങ്ങക്ക് ആള് മാറിപ്പോയി" എന്ന് നമ്മുടെ ജിമ്മിയോട്, അതായത് മിസ്റ്റർ സ്പെൻസറിനോട് പറയാണ്. "ഞാൻ നിങ്ങളെ അറിയുന്ന ആളല്ലെന്ന് തോന്നുന്നു.
എനിക്ക് നിങ്ങളെ അറിയത്തില്ല എന്ന് തോന്നുന്നു" എന്ന് നമ്മളുടെ ഓഫീസർ പറയുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ബെൻ പ്രൈസ് തിരിഞ്ഞ് പതുക്കെ ആ ഒരു സ്ട്രീറ്റിലൂടെ അങ്ങ് നടന്നു പോവുക. ടൗണിലൂടെ അങ്ങ് നടന്നു പോവുകയും ചെയ്തു. സോ അങ്ങനെയാണ് നമ്മളുടെ ആ ഒരു സ്റ്റോറി അവസാനിക്കുന്നത്. അല്ലേ? അപ്പൊ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്? ഉം. അതായത് ആ ഒരു സേഫ് തുറക്കുമ്പത്തേക്ക് ജിമ്മിക്ക് ആ ഒരു ആഹ്, പുതിയ ആ ഒരു ഐഡന്റിറ്റിയും, ആ ഒരു അവന്റെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഹാപ്പിനെസ്സും എല്ലാം അവനവിടെ സാക്രിഫൈസ് ചെയ്യുന്നുണ്ടല്ലേ. സേഫ് പൊളിക്കുമ്പത്തേക്ക് അവന്റെ ആ ഒരു പഴയ ആഹ്, തൻ താൻ ജിമ്മി വാലന്റൈൻ ആണ് എന്ന കുറ്റവാളിയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് അവനറിയായിരുന്നു. ബെൻ ഫ്രെൻഡ്സ് അവിടെ ഉണ്ടെന്നും അവനറിയായിരുന്നു. പക്ഷെ എന്നിട്ടും സ്വന്തം സുരക്ഷേനെക്കാട്ടിലും ആ ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനാണ് അവിടെ ജിമ്മി തീരുമാനിച്ചത്. സോ അതോടൊപ്പം തന്നെ ആ ഒരു പൂവ് അന്നബെല്ലിന്റെ എന്താണ് ആ ഒരു സ്നേഹത്തിനെയും വിശ്വാസത്തിനെയും ഒക്കെയാണ് സിംബലൈസ് ചെയ്യുന്നത്. ഓക്കെ. ആ ഒരു സേഫ് തുറക്കുന്നതിന് മുമ്പ് ജിമ്മി അന്നബെല്ലിനോട് അവൾ ധരിച്ചിരിക്കുന്ന ആ ഒരു പൂവ് ചോദിച്ചു വാങ്ങുന്നുണ്ട്. ആ പൂവ് അവൻ സൂക്ഷിച്ചു വെക്കുന്നുമുണ്ട്. കാരണം അത് അന്നബെല്ലിന്റെ സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ഒരു സിംബലാണ്, ഒരു അടയാളമാണ്. ആ ഒരു പൂവ് ജിമ്മിക്ക് നല്ല ജീവിതം നയിക്കാനായിട്ടുള്ള ഒരു പ്രതിജ്ഞേനെയാണ് ഒരു അത് ഓർമ്മിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു നിരപരാധിയായ കുഞ്ഞിന് ജീവൻ രക്ഷിക്കാന് എല്ലാം ത്യജിക്കാനുള്ള അവന്റെ ഒരു ധൈര്യത്തിനെയും അത് സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു സ്റ്റോറി അവസാനിക്കുന്നത് എങ്ങനെയാണ്? ബെൻ പ്രൈസ് അവനെ അറസ്റ്റ് ചെയ്യാണ്ട് പോവാണ്. അല്ലേ? അപ്പൊ അത് നമുക്ക് യഥാർത്ഥത്തിൽ കാണാൻ പറ്റുന്നത് യഥാർത്ഥമായിട്ടുള്ളൊരു നീതിയും ആ ഒരു മാനുഷിക കരുണയും ഒക്കെ നമുക്ക് ആ ഒരു ഇതില് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ്? ജിമ്മി അവന്റെ പഴയ ആ ഒരു കുറ്റകൃത്യം ഒക്കെ ചെയ്തിട്ടുള്ള ആ ഒരു ജീവിതം പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചു. അല്ലേ? അദ്ദേഹം ഒരു സത്യസന്ധനായിട്ടുള്ള ഒരു വ്യാപാരിയായിട്ട് മാറുകയും ചെയ്തു. അന്നബെല്ലിനെ വിവാഹം കഴിക്കാൻ ഒരുങ്ങുകയും ചെയ്യുകയാണ്. ഉം. അതോടൊപ്പം തന്നെ അഗത സേഫിൽ കുടുങ്ങിയപ്പത്തേക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ടും എന്ന് അറിഞ്ഞിട്ടും ജിമ്മി അവന്റെ പഴയ കഴിവ് ഉപയോഗിച്ച് കുഞ്ഞിനെ രക്ഷിക്കുകയാണ് ചെയ്തത്. സോ സോ സ്വന്തം ഫ്രീഡത്തിനേക്കാള് മറ്റൊരാളുടെ ജീവനാണ് അവനവിടെ വില നൽകിയത്. അല്ലേ? അവൻ ജയിലിൽ പോകുന്നറിയാം. അപ്പൊ അവന്റെ ഫ്രീഡം നഷ്ടപ്പെടും, അവന്റെ ലൈഫ് നഷ്ടപ്പെടും, അവന്റെ ഹാപ്പിനെസ് നഷ്ടപ്പെടും, എല്ലാം നഷ്ടപ്പെടും. അവൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആ ഒരു പെൺകുട്ടിയുടെ സ്നേഹം വരെ നഷ്ടപ്പെടും. എന്നിട്ടും അവൻ ആ ഒരു കുട്ടിയുടെ ജീവന് വില നൽകി. പിന്നെ ജിമ്മി "വരൂ നമുക്ക് പോകാം. എനിക്കിനി പ്രശ്നമൊന്നും ഇല്ല" എന്നാണ് ചെന്നിട്ട് ഓഫീസറിനോട് പറയുന്നത്. അല്ലേ? അപ്പൊ അതിലൂടെ അവന്റെ കാര്യങ്ങൾ, അവന് ചെയ്തിട്ടുള്ള ആ ഒരു കുറ്റകൃത്യങ്ങളുടെയൊക്കെ ആ ഒരു അവന്റെ പ്രവൃത്തിയുടെയൊക്കെ ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും അവനവിടെ തയ്യാറാകുന്നുണ്ട്. സോ, ജിമ്മിയുടെ യഥാർത്ഥ മനസ്സിന്റെ ആ ഒരു ചേഞ്ച് മനസ്സിലാക്കിയത് കൊണ്ടാണ് ബെൻ പ്രൈസ് മിസ്റ്റർ സ്പെൻസർ നിങ്ങളെനിക്ക് അറിയത്തില്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് അവനെ അറസ്റ്റ് ചെയ്യാതെ നടന്നു പോയത്. അല്ലേ? സോ, ബെൻ പ്രൈസിന്റെ ആ ഒരു തീരുമാനം ശിക്ഷ നൽകുക മാത്രമല്ല നീതി. അല്ലെ? ആ ഒരു തുടക്കത്തില് ആ ഒരു ക്വെശ്ചൻ ഉണ്ട്. അതിനൊരു ആൻസറോട് കൂടിയാണ് ഈ ഒരു സ്റ്റോറി അവസാനിക്കുന്നത്. അല്ലെ? ശിക്ഷ നൽകുക മാത്രമല്ല നീതി. മറിച്ച് എന്താണ്? യഥാർത്ഥത്തില് മാറിയ ഒരാൾക്ക് രണ്ടാമതൊരു അവസരം, അല്ലേ? ഒരു സെക്കൻഡ് ചാൻസ് നൽകുന്നതും ഒരു യഥാർത്ഥ നീതിയുടെ ഭാഗം കൂടിയാണ് എന്ന് ഈ ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് നമ്മളുടെ ഓഥർ ആയിട്ടുള്ള ഒ. ഹെൻറി. സോ, അപ്പൊ ഇങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. നിങ്ങൾ ഒന്ന് കറക്റ്റ് ആയിട്ട് കേട്ട് മനസ്സിലാക്കുക. ഓക്കെ. സോ, നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമന്റ് ബോക്സ് യൂസ് ചെയ്ത് ചോദിക്കാം. സോ, സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതൊരു കുറച്ച് ലെങ്തി ആണ്. എന്നാലും ഇതൊരു ഒറ്റ സ്ട്രെച്ചിൽ പറഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഒരു കംപ്ലീറ്റ്നെസ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ്. സോ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു വിത്ത് അനദർ വീഡിയോ.